ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികള് ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. അതല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? എവിടെ കഴിഞ്ഞു? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞേ, നിനക്ക് MLA മന്ത്രിയാവണമെന്നോ? പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത, മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കാത്ത നിനക്ക് നാട് ഭരിക്കണം അല്ലടി? പ്രതാപന്റെ പെങ്ങളായതുകൊണ്ടും എന്റെ സുഹൃത്തിന്റെ മകളായതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു. Get out. നീ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോടാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോവും. എന്താടാ മഹാദേവ, നിന്റെ കൈ അനങ്ങുന്നില്ലേ? ഇനി നിന്റെ നാക്കും ചലിക്കില്ല. തന്റെ സപ്ത നാടികളും ഇനി കുറച്ചു നേരത്തേക്ക് ചലിക്കില്ല. കൊല്ലുവെന്ന് പറഞ്ഞാ ഈ അംബികാവർമ്മ കൊല്ലുവടാ. കൊല്ലുവടാ. ജീവിച്ചിരുന്നപ്പോ ഇയാൾക്ക് എന്റെ നേരെ ഒരു വിരൽ അനക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാ ഇപ്പോ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടപ്പാക്കും. ഈ ആഗ്രഹവും ഞാൻ നടപ്പാക്കും. എന്താ മേഡം? ഒന്നുമില്ല. വർമ്മ സാറിന്റെ ചെറിയൊരു അനുസ്മരണ പ്രസംഗം, അതിനുശേഷം അന്നദാനം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മഹാനായ മഹാദേവ വർമ്മ സാറിനെ കുറിച്ച് ഓർക്കാനാണ്. സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദിവസം അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആകുമായിരുന്നു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു മഹാദേവ വർമ്മ സാർ. ഒരിക്കൽ പോലും ഒരു സ്വാർത്ഥതയും കാണിക്കാത്ത ദേശസ്നേഹിയായ ഒരു മനുഷ്യസ്നേഹി. പൊതുജന സേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കേരളം കണ്ട ഏറ്റവും നല്ല MLAയും മന്ത്രിയുമായിരുന്നു അദ്ദേഹം. ഞാനും മഹാദേവ വർമ്മ സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ രാഷ്ട്രീയ ഗുരു മാത്രമല്ല, എന്റെ എല്ലാമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ശ്രീമതി സരസ്വതി വർമ്മ ഇന്ന് എന്റെ മകളുടെ അമ്മമ്മയും എന്റെ അമ്മയായും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സന്തോഷം. മഹാദേവ വർമ്മ സാറിന്റെ ജീവനുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സംസാരം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി. ഇനി എല്ലാവർക്കും അന്നദാനത്തിലേക്ക് കടക്കാം. ദൈവമേ, നിങ്ങൾക്ക് പോത്തറച്ചോട് വേണമായിരിക്കും. എന്താ എടാ, ഈ തൊട്ടടുത്ത് കാടല്ലേ? കൊടുങ്കാടാ. എന്താ, വനവാസത്തിന് പോണോ? ഇതിനകത്ത് മാനും മ്ലാവും കാട്ടുപന്നിയൊക്കെ കാണത്തില്ലേ? അത് മാത്രമല്ല, കാട്ടുപോത്ത്, കരടി, പുലി, കടുവ, ആന, നിങ്ങളുടെ രൂപത്തിലുള്ള കാട്ടുകുരങ്ങ് വരെയുണ്ട്. പിന്നെ എനിക്കൊരു മോഹം. കാട്ടുപോത്തിന്റെ ഇറച്ചി കിട്ടുമോ? എനിക്കൊരു 2 കിലോ കൊണ്ടുപോവാൻ. അപ്പുറത്ത് ഫോറസ്റ്റുകാരുണ്ട്. ഈ കാര്യം അവരോടൊന്ന് മിണ്ടിയാ മതി. അവര് തരുമല്ലേ? ഇല്ല, അവര് നിങ്ങളെ കൂടെ കൊണ്ടുപോകും. എടാ ജയ, മോശം പിടിച്ച തൊള്ള.
വെള്ളപ്പാടോ വീടോ ഒന്നുമില്ലായിരുന്നു. ഒരിക്കല് ഞാൻ ഈ വർമ്മ സാറിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരപേക്ഷ കൊടുത്തു. അടുത്ത ആഴ്ച ഇവിടുത്തെ MLA എന്നെ കാണാനും വന്നു. എനിക്ക് നല്ല ഒന്നാന്തരം ഒരു വാർത്ത വീട് കിട്ടി. ഈ വർമ്മ സാറാ അത് ചെയ്തു തന്നെ. ജീവിച്ചിരിപ്പില്ലാന്ന് വിശ്വസിക്കാനേ തോന്നണില്ല. ഇപ്പോഴും ചാരുകസേരിങ്ങനെ ഇരിക്കുകയാണെന്നാ എനിക്ക് തോന്നണത്. വേണുവേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമായിരുന്നു. സാർ ഇവിടെ ഉള്ളപ്പോ ഈ മുറ്റത്തൊരു സമ്മേളനത്തിലുള്ള ആളുണ്ടാവും എപ്പോഴും. അപ്പൊ ഇതല്ലേ അവരുടെ ഒറിജിനൽ കോവിലകം? അത് വലിയ കൊട്ടാരം കൊച്ചിയില. സാറിന് വനഭംഗി വലിയ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതായത്. പിന്നെ പതുക്കെ പതുക്കെ നാട്ടുകാരിൽ ഒരാളായി, അവരുടെ നേതാവുമായി. സംശയം കൊണ്ട് ചോദിക്കുന്നത് ഏട്ടാ, നമ്മളും മഹാദേവ വർമ്മ സാറും തമ്മില് വല്ല ബ്ലഡ് റിലേഷൻസ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അച്ഛന്റെ നല്ല സുഹൃത്തായിരുന്നു, അത്രേ ഉള്ളൂ. അമ്മ മരിച്ച് നമ്മുടെ കുടുംബം നശിച്ചപ്പോ തണലായത് മഹാദേവ വർമ്മ സാറാ. നമുക്ക് പോവാൻ വേണേട്ടാ. അയ്യോ, പോവാനോ? എവിടെ പോവാൻ? നമുക്കേ ഈ കാടും മേടും ഒക്കെ ഒന്ന് കറങ്ങി കാണണം. കാട്ടിലെ ഗുഹകളൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി 2 ദിവസം താമസിച്ചിട്ട് പോവാം. ഗുഹയ്ക്കകത്ത് ചെന്നാലേ കടുവ എടുത്തോണ്ട് പോകും. എന്റെ അടുത്തൊരു കടുവയെ വരത്തില്ല. അപ്പൊ ഞാൻ കിടുവയാകും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. എവിടെ പോകുന്നു? ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികള് ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. അതല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? എവിടെ കഴിഞ്ഞു? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. അതിഥികളെല്ലാം പുറത്താ. ഇതിനകത്തിപ്പോ നമ്മള് കുടുംബാംഗങ്ങൾ മാത്രം. അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെല്ലാം കുടുംബാംഗങ്ങളാണെന്ന്.